ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ ഒരു നിമിഷത്തിൽ അവരുടെ ചിന്തകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു ഓർ തോട്ട് അബൌട്ട് യു? ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്തെല്ലാമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പാസ്റ്റിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ടിരുന്ന നിമിഷങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിരുന്ന പല പല മൊമെൻറ്റ്സ് ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അത് ഓർത്തുകൊണ്ട് അവരൊരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലാണ് എന്നൊക്കെയാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളതെന്നുള്ളത്. അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അവർക്കിപ്പോൾ നേരിടേണ്ടതുണ്ട്. ഓവറായിട്ടുള്ള സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവാനായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാവുന്നുണ്ട്. അവരതിനായിട്ടുള്ളൊരു ശ്രമങ്ങളിലാണിപ്പോൾ എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടോ അതിലൊന്നും തന്നെ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അവർക്ക് കുറേ സക്സസ് ലൈഫിലുണ്ടായാൽ പോലും അതിൽ പോലും അവർക്ക് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവരുടെ ലൈഫിൽ ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത്. ആൻഡ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളിലാണ്, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലാണ്. ആ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നത് പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ്. ആ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് വിടരുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണെന്നുള്ളത് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ, അവർക്ക് സങ്കടമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മാറിയും തിരിഞ്ഞും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിലുപരി ഒരുപാട് സ്ട്രഗിൾസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. അവരുടെ ആ ഒരു മനോധൈര്യത്താലാണ് അവരിപ്പോൾ അവരുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനൊരു സാഹചര്യവുമുണ്ട്. പക്ഷേ എന്ത് സാഹചര്യം വന്നാലും അവർ നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അതിനായിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് യെസ്, ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും, എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും അവർ ഈ ഒരു കാര്യത്തിലേക്കുള്ള ആ ഒരു മുന്നോട്ടെടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരിനി പിന്നിലേക്ക് വെക്കില്ല എന്നുള്ളതാണ്. അവർ എന്ത് തീരുമാനമാണോ എടുത്തിരിക്കുന്നത് അതിലവർ ഉറച്ച് നിൽക്കും എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ലക്ഷ്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുക എന്നുള്ളതാണെന്ന് ഇപ്പോഴുള്ള ചിന്തകളിൽ കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ സമയത്ത് അവർ നിങ്ങൾക്ക് ആയിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒറ്റപ്പെട്ട ജീവിതം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെയെല്ലാം എതിർക്കാനുള്ളൊരു പവർ ഈ വ്യക്തി ഏൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് എനർജി കുറേയധികം ഡ്രെയിൻ ആയിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി എനർജി ഇപ്പോൾ വളരെയധികം ലോവറായിട്ടാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അവർ അതിൽ നിന്നെല്ലാം ആ ഒരു ഡിസ്റ്റൻസിലാണ്, അതായത് ആ ഒരു കാര്യത്തിൽ നിന്നും ഒരു ഡിസ്റ്റൻസിലാണ് ഈ വ്യക്തി ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ആൻഡ്
ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. ചില തെറ്റുകൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് കരയുന്നുണ്ട്. കാരണം അവരുടെ തെറ്റായ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായ ആക്ഷൻ ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ മുന്നിൽ യാതൊരു വഴിയും തുറക്കപ്പെടുന്നില്ല. അവർ ഈ ഒരു സിറ്റുവേഷനിൽ ആകെ തകർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്റ്റഡ് ആകുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് ആൻഡ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മിറാക്കുലസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഇനി സംഭവിക്കാനുള്ള റിലേഷൻഷിപ്പാണ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സോൾ ബോണ്ടിങ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ അവരെ വിട്ട് പോകുമോ എന്നുള്ള ചിന്ത ഈ വ്യക്തിയിലുണ്ട്. ആ ഒരു ചിന്ത കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡിസ്റ്റൻസിൽ അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും അവർ വിട്ടു പോകരുതേ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി എനർജീസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ മറ്റൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. അവരുടെ ലൈഫിൽ അവർ ഒത്തിരി ബിസി ആയിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. എങ്കിൽ പോലും അവർ അതിലൊന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എപ്പോഴും നിങ്ങൾക്കായിട്ട് നിങ്ങളാകുന്ന വെളിച്ചം അവരുടെ ലൈഫിൽ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അവരുടെ ജീവിതത്തിൽ അവർ തികച്ചും ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം തന്നെ ശൂന്യമായി പോയ പോലെ ഒരു ഫീലിങ്സ് അവർക്കുണ്ട്. അങ്ങനെയുള്ള ചിന്തകളിലാണ്. ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊന്നിന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറാവുന്നില്ല. ഓക്കെ, ആൻഡ് യെസ്, ദ ഹൈ പ്രിസ്റ്റസ് ആണ്. ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിയൂണിയനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഈ വ്യക്തി അത്രയേറെ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിലില്ല, യാതൊരു വിധത്തിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നില്ല എങ്കിൽ പോലും ഡേ ആൻഡ് നൈറ്റ് അവരുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. ഓക്കെ, അത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാർഡ് അതാണ് വ്യക്തമാക്കുന്നത്. അവരുടെ ചിന്തകളാണ് നമുക്കിവിടെ മുഴുവനും ഇവിടെ നമുക്ക് റീഡിങ്ങിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു എനർജി കൂടുതലായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നു. മാസ്റ്റർ കാർഡും 6 ഓഫ് കപ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഒരു കപ്സ് എനർജി എന്ന് പറയുന്നത് ആ ഒരു ലവ് എനർജി വൈബ്രേഷനാണ് സൂചിപ്പിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഓരോ വ്യക്തിയുടെ ലൈഫിലും ഡെയിലി അവരുടെ ചിന്തകളുടെ അവരുടെ എനർജിയിലും വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഓരോ റീഡിങ്സിലും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഇന്ന് ആ വ്യക്തി ചിന്തിക്കുന്നതായിരിക്കില്ല നാളെ ആ വ്യക്തിയുടെ ചിന്തകളിൽ ഉണ്ടാവുന്നത്. സോ നിങ്ങളിപ്പോഴും ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ടില്ല, പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആ വ്യക്തി ഓർക്കുന്നുണ്ടാവില്ല, എന്നെ മറന്നിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അങ്ങനെയല്ല. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് കടന്നു പോവുകയാണ്. അവർക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ അവർ പോകുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ഓർക്കാനായിട്ട് അവർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ അടുത്തൊരു മൊമെൻറ്റിൽ അവർ വീണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എനർജി ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പ്രസൻസ്, ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലൊരു എനർജി പ്രസൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.